കർത്താവിൻ്റെ മഹത്വത്തിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ ദൈവസന്നിധിയിൽ ഉണ്ടാകും എന്ന് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരൊന്ന് കരമുയർത്താമോ? ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിൽ വാനമേഘങ്ങളിൽ അവിടെ നിന്ന് വരുമ്പോൾ അവനോട് കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ സഹോദരൻ, ആത്മീയ സഹോദരൻ, എൻ്റെ ഫിസിക്കലിയും എൻ്റെ സഹോദരനായിട്ടുള്ള പ്രിയ റിനോ ബ്രദർ. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ദൈവസന്നിധിയിൽ ചേരുന്നതിന് മുൻപ് തുറന്നു പറഞ്ഞൊരു കാര്യമാണ്, ഇതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ദൈവരാജ്യത്തിൽ ഞാൻ ഉണ്ടാകും എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. അതല്ലാതെ എനിക്ക് IELTS കിട്ടും, വിദേശത്തേക്ക് പോകാൻ പറ്റും, എനിക്ക് കോടിക്കണക്കിന് പണം ഉണ്ടാക്കാൻ പറ്റും, കാറ് വാങ്ങാൻ പറ്റും, ഇതൊന്നുമല്ല ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഇതായിരിക്കണം: ദൈവം മഹത്വത്തിൽ അവനോടുകൂടെ വാനമേഘങ്ങളിൽ തൻ്റെ വിശുദ്ധരോടൊപ്പം വരുമ്പോൾ ഞാനും ഉണ്ടാകും എന്നുള്ളതാണ് അവൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. അത് അവൻ്റെ കഴിവിൻ്റെ ബലത്തിലല്ല. നമ്മൾ ഈ നമ്മുടെ സൈന്യത്തിൻ്റെ പട്ടാളത്തിലേക്കൊക്കെ, എയർഫോഴ്സിലേക്കോ അല്ലെങ്കിൽ BSFിലേക്കോ ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തിലേക്കും ചില ക്വാളിഫിക്കേഷൻസ് വരും. അതിനൊരു മാനദണ്ഡം ഉണ്ടാകും. ഇത്ര ഹൈറ്റ്, ഇത്ര വെയിറ്റ്, ഇത്ര നെഞ്ചുവിരിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇത് കൃത്യമായി ബീറ്റ് ചെയ്യുന്നവരെ അതിൻ്റെ അകത്ത് പ്രവേശനമുള്ളൂ. ഏതാണോ ആ മാനദണ്ഡം വെച്ചിരിക്കുന്നത്, ഒരു അളവുകോല് കൃത്യമായി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇങ്ങനെ പതിയെ ശ്രീനിവാസൻ പൊന്തണ പോലെ പൊന്തിയാലൊന്നും അതിൻ്റെ അകത്തോട്ട് പ്രവേശിപ്പിക്കത്തില്ല. കൃത്യമായ അളവുകോൽ ഉണ്ടാകണം. ഇന്ന ഹൈറ്റ്, ഇന്ന വെയിറ്റ്, ഇന്ന വീതി, ഇങ്ങനെ ഈ രീതിയിൽ മാത്രമേ അതിൻ്റെ അകത്ത് ഒരുവന് പ്രവേശനം കിട്ടത്തുള്ളൂ, സെലക്ഷൻ കിട്ടത്തുള്ളൂ. കർത്താവ് ഇങ്ങനെ ഒരു അളവുകോലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു അളവുകോലാണ് കർത്താവ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ അളവുകോല് വിവിധമായ രീതിയിലാണ്, ഓരോരുത്തരോടും പേഴ്സണലാണ്. എന്നോടുള്ള അളവുകോലായിരിക്കില്ല ഒരു പക്ഷേ മറ്റുള്ള ഒരു വ്യക്തിയോടുള്ള അളവുകോല്. മാർപ്പാപ്പയ്ക്കുള്ള അളവുകോലായിരിക്കണം എന്നില്ല ഒരു സാധാ വിശ്വാസിക്കുള്ള. പക്ഷെ എല്ലാവരിലും വിശ്വാസം എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യതിചലനവും ഉണ്ടാകാൻ പാടില്ല, വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. അവൻ്റെ പ്രവൃത്തിയല്ല ദൈവം നോക്കുന്നത്, എന്നാൽ പ്രവൃത്തി നോക്കുകയും ചെയ്യും. ചില മേഖലകളിൽ വിശ്വാസത്തിൻ്റെ അനുസരണമാകുന്ന പ്രവൃത്തി അവിടെ ഉണ്ടാകണം. എന്നാൽ ദൈവത്തിൻ്റെ അളവുകോല് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും നമ്മളിപ്പം അക്ഷരത്തിൻ്റെ അളവുകോലല്ല. ചിലർ എഴുതുമ്പോൾ നല്ല വടിവുള്ള അക്ഷരമായിരിക്കും എഴുതുന്നത്. ഞാനൊക്കെ മലയാളം എഴുതാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്ത് വേറെ ആർക്കും വായിക്കാൻ പറ്റത്തില്ല ആ ഭാഷ. കാരണം അത് എനിക്ക് വേണ്ടി മാത്രം എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലിപിയാണ്. ചിലരങ്ങനെയാണ്. പക്ഷേ ചിലർ എങ്ങനെ അച്ചടി ഭാഷേനേക്കാളും ഭയങ്കര പെർഫെക്റ്റായിട്ട് എഴുതുന്നവരുണ്ടാവും. ഇതിന് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സാധാരണ 2 വരയിട്ട പേജ് ഉണ്ടാവും അല്ലേ, ഇരട്ട വരയിട്ട പേജ് ഉണ്ടാവും. അപ്പോൾ മുകളിലോട്ട് കയറരുത്, താഴോട്ട് പോകരുത്. എന്നാൽ ചില അക്ഷരത്തിൻ്റെ ചില കുനിപ്പുകൾ മുകളിലോട്ട് പോകണം, ചിലതിൻ്റെ താഴോട്ട് ഇറങ്ങണം. കൃത്യമായ ഒരു അളവുകോല് അതിന് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അക്ഷരത്തിന് ഇങ്ങനൊരു രീതിയുണ്ട്. ഇത് കൃത്യമായി പാലിച്ചവർ, അവൻ 2ാം ക്ലാസ്സിൽ എഴുതി പഠിച്ചത് അവൻ 10ാം ക്ലാസ്സിലും എഴുതും. അവന് പിന്നെ ഈ വരയിട്ട പേപ്പർ വേണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. അന്ന് ആ വരയിട്ട പേപ്പറിൽ എഴുതി പഠിച്ചവൻ വളരെ ക്ലിയറായി, പിന്നീട് വരയിടാത്ത പേപ്പർ ആയിക്കൊള്ളട്ടെ, എന്ത് പ്രതലത്തിലും അവന് കൃത്യമായിട്ട് അത് എഴുതാൻ പറ്റും. ഇത് ഒരു നോർമൽ പേഴ്സണ് വരുന്ന ഒരു കൊരിന്ത്യ ലേഖനം 2 കൊരിന്തോസ് അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമമല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷക്കാരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ ഞാൻ ഈ പുതിയ POC ബൈബിൾ വായിക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ അക്ഷരത്തിൻ്റെതല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കി. എന്തെന്നാൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവാകട്ടെ ജീവിപ്പിക്കുന്നു. അതായത് നിനക്കൊരു മാനദണ്ഡം കൃത്യമായി, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം എഴുതി, ആ എഴുതിയതുപോലെ തന്നെയാണ് നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നതെങ്കിൽ നിനക്ക് യാതൊരു വിധത്തിലും രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞത്, അവൻ എഴുതപ്പെട്ട നിയമം കാൽവരിയിൽ അതിനെ നിഷ്കാസനം ചെയ്തു, പരസ്യമായി അതിനെ മാറ്റി, അതിനെ അവഹേളന പാത്രമാക്കി മാറ്റി. എഴുതപ്പെട്ട നിയമത്താലല്ല നീ ഇന്ന് വിധിക്കപ്പെടുന്നത്, എഴുതപ്പെട്ട നിയമത്താലല്ല നീ ഇന്ന് ശിക്ഷിക്കപ്പെടുന്നത്. ആ രീതിയിലല്ല ദൈവം നിന്നെ വെച്ചിരിക്കുന്നത്. പകരം സ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ കൃപയുടെ സുവിശേഷത്തിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. കൃപയുടെ ആത്മാവാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതായത് മോശയിലൂടെ നൽകപ്പെട്ട ആ നിയമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും അറിയാവുന്ന ദൈവം, കാരണം ആ നിയമം കൊടുത്തത് ആരാ? ദൈവം തന്നെയാണ് നിയമം കൊടുത്തത്. ഈ നിയമത്തിന് വലിയ മാറ്റമുണ്ടാക്കാൻ കടന്നു വരുന്നതിന് മുൻപ് മഹത്വത്തിൻ്റെ മലയിൽ മോശയും ഏലിയായും വന്ന് കർത്താവിനോട് സംസാരിക്കുന്നു.
അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് വളരെ ക്ലിയർ ആണ്. നടക്കാനിരിക്കുന്ന കാൽവരിയിലെ മരണത്തെക്കുറിച്ച്, അതായത് ഒരു കൃപയുടെ വ്യതിയാനത്തെക്കുറിച്ച് മോശയെ അറിയിച്ചുകൊണ്ടാണ് കർത്താവ് അടുത്ത പ്രവൃത്തിയിലേക്ക് പോകുന്നത്. അതായത് മോശയെ സാധാരണഗതിയിൽ നമുക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എന്തിനാ ഈ മോശയെ വിളിച്ചു വരുത്തുന്നത്? കാരണം യേശു മോശയേക്കാൾ എത്രയോ വലിയവനാണ്. എത്രയോ വലിയവനായ മോശയേക്കാൾ, അല്ലെങ്കിൽ ഈ നിയമം കൊടുത്തവനായ ദൈവം, സർവ്വസൃഷ്ട പ്രപഞ്ചത്തിൻ്റെ അധിപനായ ദൈവം മോശയെ വിളിച്ചു വരുത്തിയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 വയസ്സുള്ള അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു കൊച്ചിനെ വിളിച്ച് നമ്മുടെ മേശയിൽ കൊണ്ടുനിരുത്തി, മോനെ നമുക്ക് എന്താ ചെയ്യണ്ടേ, അടുത്ത ആഴ്ച നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആരെങ്കിലും കാരണവന്മാർ മക്കളെ വിളിച്ചിരുത്തി ഡിസ്കഷൻ നടത്തുമോ? ആരെങ്കിലും നടത്തുമോ? ആരെങ്കിലും നടത്തില്ല. എനിക്ക് തോന്നുന്നില്ല നടത്തുമെന്ന്. ഇനി വേണ്ട, ഒരു 10 വയസ്സായ അത്യാവശ്യം പക്വതയുള്ള പയ്യനാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് അവനെ അറിയിക്കും, ഇതാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ അവനോട് അഭിപ്രായം ചോദിക്കുകയും ഒരു ഡിസ്കഷൻ നടത്തുകയും ചെയ്യുമോ? യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന കാൽവരിയിലെ ക്രൂശിനെ കുറിച്ച്, തനിക്ക് നടക്കാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് കൂടെ മോശയോടും ഏലിയായോടും സംസാരിച്ചൊരു ദൈവത്തെ നമ്മൾ കാണുന്നത്. അത് വെറുതെ പറഞ്ഞതല്ല. എഴുതപ്പെട്ട നിയമം മോശയിലൂടെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോശയുടെ മൂടുപടം മാറ്റുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് ദൈവം മോശയ്ക്ക് പോലും ഒരു വെളിപ്പാട് കൊടുക്കുന്ന, അല്ലെങ്കിൽ മോശയോട് പോലും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ നിറവ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നൊരു ശുശ്രൂഷയെക്കുറിച്ചാണ് ആ മഹത്വത്തിൻ്റെ മലയിൽ നമ്മൾ കാണുന്നത്. പത്രോസ് കണ്ടു, യാക്കോബ് കണ്ടു, യോഹന്നാൻ കണ്ടു. ഇവർക്ക് ആകെ മനസ്സിലായത് ഇതാ ഒരു പ്രകാശം, ഒരു മഹത്വം, ലോകത്ത് ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തൊരു മഹത്വം അവർ കണ്ടു. പത്രോസും യാക്കോബും യോഹന്നാനും തിരിച്ചു പോരുന്ന സമയത്ത് പറഞ്ഞു, കർത്താവേ നമുക്ക് ഇവിടെ ആയിരിക്കാം, കൊള്ളാം, സംഭവം അടിപൊളിയാണ്, നല്ല മഞ്ഞ്, നല്ല കാറ്റ്, നല്ല വെളുപ്പ്, അടിപൊളി, നമുക്കൊരു കൂടാരം ഉണ്ടാക്കാം, ഇവിടെ തന്നെ കഴിയാം. ഇത്രേ അവർക്ക് മനസ്സിലായുള്ളൂ. എന്താണ് ഇവർ തമ്മിലുള്ള ഡിസ്കഷൻ എന്നോ എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചതെന്നോ മനസ്സിലായില്ല. അതിനും വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോഴാണ് യോഹന്നാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. വരാനിരിക്കുന്ന ക്രൂശിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ സത്യത്തിൽ അവിടെ നടന്ന സംഭവം, ഈ മലയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ അവർ തലകറങ്ങി, അല്ലെങ്കിൽ ബോധരഹിതരായി നിലത്ത് വീണു. അതിനുശേഷം യേശു പോയി അവരെ തട്ടി ഉണർത്തി, വാ മക്കളെ പോവാം, പരിപാടി കഴിഞ്ഞു, ക്ലൈമാക്സും കഴിഞ്ഞു, സിനിമയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, വാ നമുക്ക് പോകാമെന്ന് പറയുമ്പോഴാണ് ഒരു കണ്ണുറങ്ങുന്നത്. അപ്പോഴാണ് അവർ യേശുവിനോട് ചോദിച്ചത്, ആരാ വന്നേ? 3 പേരെ കണ്ടു, നല്ല പ്രകാശം ഉണ്ടായിരുന്നു, ഇതാരൊക്കെയായിരുന്നു? അപ്പോൾ കർത്താവ്, അല്ലാതെ യാക്കോബിനും യോഹന്നാനും മോശയെ കണ്ട് വേറെ പരിചയമൊന്നുമില്ലല്ലോ, മുൻകൂർ കണ്ട് മനസ്സിലാക്കാനുള്ളൊരു പരിചയമൊന്നും എന്തായാലും ഇവർക്കില്ല. അപ്പോൾ യേശു പറഞ്ഞു കൊടുത്തു ഇതാരാണെന്നുള്ളത്. ആ ആത്മാവിൽ പിന്നീട് യോഹന്നാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ സുവിശേഷം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയത്, വരാനിരിക്കുന്ന ക്രൂശിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, ആ രക്ഷയുടെ വലിപ്പത്തെക്കുറിച്ച് ദൈവം പറഞ്ഞു കൊടുത്തു. നമ്മളിപ്പോൾ വായിച്ച കൊരിന്തി ലേഖനം 2 കൊരിന്തി 3:7 കൂടി ഒന്ന് വായിക്കാമോ? 6 നമ്മൾ വായിച്ചത്, 7 കൂടി ഒന്ന് വായിക്കാം. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങി കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാവുന്ന വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അതായത് ആ തേജസ് കൊടുത്തത്, അല്ല ആ കൽപ്പന കൊടുത്തത് തേജസ്സിൽ തന്നെയായിരുന്നു. നിങ്ങൾ ആ തേജസ് വെറുതെ ഒന്നും ഗ്രഹിച്ചാൽ മതി. സീനായി മലയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും സീനായി മല അകലയിൽ നിന്ന് കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഫോട്ടോയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ പോയിരിക്കുന്ന ആളുകളാണ്. ഇപ്പോഴും ആ മല ചുമന്ന് തുടുത്തായിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ അഗ്നി, സീനായിൽ ഇറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ തേജസ് ഇന്നും ആ മലയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നു. ആ രീതിയിലാണ് ആ മല നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ആ മലയിലെ തേജസ് മോശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ അതേ തേജസ് തന്നെ അവൻ്റെ മുഖത്തുമുണ്ടായിരുന്നു. ജനം മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതായത് ആ കൽപ്പനയുടെ തേജസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും, കാലം കഴിഞ്ഞിട്ട് പോലും, നമ്മളൊക്കെ ഇപ്പോൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയത്തേക്കുണ്ട്? ചേച്ചിമാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും, എത്ര സമയത്തേക്കുണ്ടാവും? ഒന്ന് കുളിക്കുന്നവരെ, അല്ലേ, ഒന്ന് മുഖം കഴുകുന്നവരെ. കല്യാണം കഴിഞ്ഞ് മുഖം കഴുകി തിരിച്ചു വരുമ്പോൾ ഇത് എൻ്റെ ഭാര്യയാണോ എന്ന് സംശയിക്കുന്നവരാണ് പലരും, പൊതുവേ നമ്മുടെ ചുറ്റുപാടുള്ളവർ. എന്തെങ്കിലും ആവട്ടെ, ഈ ഒരു തേജസ് അത്രയേ ഉള്ളൂ. കാരണം മേക്കപ്പിനൊരു പരിധിയുണ്ട്. എന്നാൽ മോശയുടെ മുഖത്തുണ്ടായിരുന്ന തേജസ് കാലം കഴിയുന്തോറും മങ്ങിക്കൊണ്ടിരുന്നിട്ട് പോലും ആ മങ്ങിയ തേജസ്സിലേക്ക് പോലും നോക്കാൻ ജനം ഭയപ്പെട്ടിരുന്നു. അതിലേക്ക് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. എന്നാൽ വചനോട് പറയുകയാണ്, ആ പഴയ നിയമം, കൊല്ലുന്ന നിയമം, നിന്നെ ഇല്ലാതാക്കുന്ന നിയമം,
ആ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടതെങ്കിൽ രക്ഷിക്കുന്ന വിടുതലിൻ്റെ ശുശ്രൂഷയായ ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ശുശ്രൂഷ എത്രത്തോളം തേജോന്മയമായിരിക്കും. നിനക്ക് അതിനെ കൺട്രോൾ ചെയ്യാനോ നിനക്കതിനെ ഒതുക്കി നിർത്താനോ ഒരു അതിർവരമ്പ് സ്ഥാപിക്കാനോ ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് സാധിക്കത്തില്ല എന്ന് അപ്പസ്തോലനായ പൗലോസ് വ്യക്തമായി കൊരിന്ത് ലേഖനത്തിൽ നമ്മളോട് പറയുകയാണ്. ശിലകളിൽ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ട മരണ ശുശ്രൂഷ തേജസ്സിലാണ് വന്നത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും മോശയുടെ മുഖ തേജസ് മൂലം ഇസ്രായേൽ മക്കൾക്ക് ആ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. നിനക്കതൊരു കുപ്പിയിൽ ശേഖരിക്കാൻ പറ്റത്തില്ല. നിനക്ക് ഈ ഭൂമിയിൽ നിനക്ക് കഴിവുള്ള ഏതെങ്കിലും ഒരു ലോകത്തിലോ ഏതെങ്കിലും ഒരു പ്രതലത്തിലോ ഏതെങ്കിലും ഒരു മാധ്യമത്തിലേക്കോ നിനക്ക് ആവാഹിച്ച് ആ തേജസ്സിനെ നിർത്തുവാനോ നിലനിർത്തുവാനോ അതിനെ ഒതുക്കുവാനോ കഴിയത്തില്ല. അത് പൊട്ടി പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. നീ ഉദ്ദേശിക്കുന്ന ഇന്ന വ്യക്തിയിലേക്ക് മാത്രം, നീ ഇഷ്ടപ്പെടുന്ന, നീ ആഗ്രഹിക്കുന്ന, നിനക്ക് മനസ്സിനിണങ്ങിയ വ്യക്തിയിലേക്ക് മാത്രം പോയാൽ മതി എന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ദൈവത്തിൻ്റെ തേജസ് അത് പോയിക്കൊണ്ടേയിരിക്കും, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒരു വ്യക്തിക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പം ആരെങ്കിലും ഒരാൾ വിചാരിക്കുക ഈ ഹോളിൽ ഇത്ര പേരെ രക്ഷപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ മാത്രമേ അനുഗ്രഹത്തിലേക്ക് വരത്തുള്ളൂ, ഇന്ന വ്യക്തി മാത്രമേ വിടുതൽ പ്രാപിക്കത്തുള്ളൂ, ഇന്ന വ്യക്തികളല്ലാതെ രക്ഷപ്പെടത്തില്ല എന്ന് ഒരുവൻ പറയുകയാണെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷമായി ഈ തേജസ്സിൻ്റെ സുവിശേഷമായി യാതൊരുവിധ ബന്ധവുമില്ല. അത് ആത്മാവിൻ്റെ ശുശ്രൂഷയല്ല. അത് ആരുടെ ശുശ്രൂഷയാണ്? അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. മോശയിലൂടെ നൽകപ്പെട്ട പഴയ നിയമ കൽപ്പനയുടെ ശുശ്രൂഷയാണ്. കാരണം എന്ത് ചെയ്തു? അവൻ അതിർവരമ്പുകളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ട വരയിട്ട് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളുടെ വടിവിൽ മാത്രം അവൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ അവൻ ആശ്രയിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപയെ അവൻ മാറ്റിവെക്കുന്നു. അതിൻ്റെ 10 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാമോ ബ്രദറെ? ഒരിക്കൽ പ്രഭവിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി മറിഞ്ഞു പോയത് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായി തീർന്നിരിക്കണം. അതായത് മങ്ങി മറിഞ്ഞു പോയതെന്ന് പറയുന്നത് പഴയ നിയമത്തെയാണ്, അക്ഷരത്തിൻ്റെ നിയമത്തെയാണ്. പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നിൻ്റെ പഴയ എല്ലാം മാറ്റപ്പെടും. നീ ഇപ്പോൾ നോക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് കാണുന്നതെങ്കിൽ ഓക്കെ, അല്ല നീ മോശയാണ് കാണുന്നതെങ്കിൽ മറ്റൊരു കാര്യമാണ് നീ കാണുന്നത്. അതാണ് അതിൻ്റെ 12 മുതൽ ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽ മക്കൾ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെയല്ല ഞങ്ങൾ. അവരുടെ മനസ്സ് കഠിനമാക്കപ്പെട്ടിരിക്കുന്നു. അവർ പഴയ ഉടമ്പടി വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും നിലനിൽക്കുന്നു, ഇന്നും അവശേഷിക്കുന്നു. അതായത് ഒരു വ്യക്തി അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിനോ ദൈവത്തിൻ്റെ മഹത്വത്തിനോ ദൈവത്തിൻ്റെ വിടുതലിനോ എനിക്ക് നൽകാനിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോഴോ സുവിശേഷ പ്രഘോഷത്തിലോ പ്രബോധനത്തിലോ ഒരു അതിർവരമ്പ് സ്ഥാപിച്ചാൽ അവൻ മോശയുടെ മൂടുപടം വീണ്ടും അണിയുന്നു. മോശയിലേക്ക് അവൻ പുറകോട്ട് പോകുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ സ്വതന്ത്രനാ. അവൻ അടിമയല്ല, അവൻ സ്വാതന്ത്ര്യമുള്ളവനാ. അത് മൂടുപടം നീക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രകാശം അവന് ദർശിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു അതിർവരമ്പുകൾ സ്ഥാപിക്കുന്നുവെങ്കിൽ അവൻ പഴയ നിയമത്തിലേക്ക് വീണ്ടും പോയി കെട്ടുക. അവൻ മോശയുടെ കൽപ്പനയിൽ നമുക്കറിയാം, നമ്മളൊരു പശുവിനെ പുല്ല് തിന്നാനായിട്ട് കൊണ്ടുപോയി കെട്ടിയിടും അല്ലേ? ആ പുല്ല് തിന്നാൻ കെട്ടിയിടുന്ന പശുവിനോട് നമ്മൾ കൃത്യമായിട്ടൊരു ഒരു അതിർവരമ്പ് വയ്ക്കുന്നുണ്ട്. നടുക്കൊരു കുറ്റി കുഴിച്ചിടും. അത്യാവശ്യം ബുദ്ധിയും ബോധവും വിവരമൊക്കെ ഉള്ളവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? പുല്ല് തിന്നാവുന്ന ഒരു സർക്കിൾ ആ പശുവിന് വിട്ടുകൊടുക്കും. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻട്രൽ പോയിട്ട് ആ കുറ്റി നമ്മൾ അടിക്കും. അപ്പോൾ ആ പശുവിന് എന്ത് ചെയ്യാൻ പറ്റും? അവന് ചുറ്റുമുള്ള ഒരു സർക്കിളിലുള്ള പുല്ല് വളരെ സുഖമായിട്ട് തിന്നാം. ബോധമില്ലാത്തവനാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പുല്ലുമില്ല, ഉണങ്ങിയിരിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടും, എവിടെയെങ്കിലും കുറ്റിയടിക്കും. ആ പശുവിന് വല്ലതും തിന്നാൻ പറ്റുമോ? എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോയിട്ട് അതിൻ്റെ അമിടിൽ കൈ വെച്ച് കഴിഞ്ഞാൽ വല്ലതും കിട്ടാനുണ്ടാവുമോ? അങ്ങോട്ട് കൊടുക്കാതെ ഒന്നും ഇങ്ങോട്ട് വരാൻ യാതൊരു സാധ്യതയില്ല. ഇതാണ് വിവരമില്ലാത്തവൻ ചെയ്യുന്നത്, ആത്മാവില്ലാത്തവൻ ചെയ്യുന്നത് ഇതാ. എന്നാൽ കർത്താവ് പറഞ്ഞത് ഈ ഒരു അതിർവരമ്പ് പോലും സൃഷ്ടിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. പകരം അവനെ സ്വതന്ത്രനാക്കി. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക്
സ്വാതന്ത്ര്യമുണ്ട് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുക. അതിന്റെ 16ഉം 17ഉം വാക്യങ്ങൾ വായിച്ചോ. 16ഉം 17ഉം. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ നിന്റെ മൂടുപടം അവിടെ മാറ്റപ്പെട്ടു. അതുവരെ നിനക്ക് ഈ ഒരു, നേരത്തെ ഞാൻ പശുവിൻ്റെ ഉദാഹരണം പറഞ്ഞ ആ പശുവിൻ്റെ പോലെ തന്നെയാണ്. ഒരു കുറ്റി അടിച്ചിരിക്കുന്നു, നിനക്ക് ഈ സർക്കിൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തോട്ട് നിനക്കില്ല, സ്വാതന്ത്ര്യമില്ല. ഇതിൻ്റെ അപ്പുറത്തോട്ട് പുറത്തു പോകാൻ നിനക്ക് യാതൊരുവിധ വകുപ്പുമില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലേക്ക് തിരിയുന്നുവെങ്കിൽ അവൻ പിന്നെ പഴയ നിയമത്തിൻ്റെ ആ കൽപ്പനയുടെ പുറത്താണ് അവൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആരെങ്കിലും കൊന്നവരിവിടെ ഉണ്ടോ? കൊലപാതകം ചെയ്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്കിതൊന്നും ആരുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കൊല്ലാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റൊരാളെ കൊല്ലാത്തത്? എന്തുകൊണ്ടാണ് കൊല്ലാത്തത്? ദൈവഭയമാണോ? കൽപ്പന ഉള്ളത് കൊണ്ടാണോ? പഴയ നിയമ കൽപ്പന ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ കൊല്ലാത്തത്? അല്ല, കൈ കിട്ടിയാൽ കൊല്ലാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എത്ര പേരുണ്ട് ഇവിടെ? അത്യാവശ്യം ഒതുക്കത്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുത്തു കൊടുത്ത് കൊല്ലാൻ പറ്റും എന്നുള്ളൊരു ഒരു ചിന്തയുള്ളവരുണ്ടോ? അങ്ങനെ ഉള്ളവരുണ്ടാകാം. അതായത് ആരോടെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ, ഇപ്പോൾ നമ്മളെ മറ്റേ ജോളിനെ പോലെ അത്യാവശ്യം സൈനടൊക്കെ കൊടുത്ത് കൊല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട്, അങ്ങനെ ഹൃദയം മന്ദീഭവിച്ച മനുഷ്യരുമുണ്ട്. പക്ഷേ എല്ലാവരും ഈ കൽപ്പന നോക്കിയിട്ടല്ല ഒരാളെ കൊല്ലാത്തത്. ഇപ്പോൾ പണ്ട് ഈ കൽപ്പനയൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യക്ക് നമ്മുടെ ഒരു പീനൽ കോഡ് പോലെയോ ഈ ഒരു കൽപ്പനയോ ഒന്നുമില്ലാത്ത സമയത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നു, അല്ലേ? അന്നും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ട്. അന്നും മനുഷ്യൻ ഈ കയ്യൂക്കിൻ്റെ ബലത്തിൽ, ആരോഗ്യത്തിൽ, ആയുധത്തിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു സ്നേഹവും ഇല്ലാത്ത കാലത്തും മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് കരുതി എല്ലാവരെയും കൊന്നിട്ടൊന്നുമില്ല. ഈ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ ഒരു ലിമിറ്റഡ് റെവലേഷൻ, ഒരു ചെറിയ അംശം നമ്മുടെ ഉള്ളിലുണ്ട്. ഏതൊരു വ്യക്തിക്കുമുണ്ട്. എല്ലാത്തിലും, മൃഗത്തിൻ്റെ ഉള്ളിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അംശമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മൃഗം അതിൻ്റെ സഹോദരനെയോ കുഞ്ഞിനെയോ കൊല്ലുമ്പോൾ അതിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു പട്ടിക്കുഞ്ഞ് വണ്ടി ഇടിച്ച് മരിച്ചപ്പോൾ അതിൻ്റെ അമ്മ അതിനെ സംരക്ഷിക്കുന്നതും അതിനെ മാറ്റി നിർത്തുന്നതും ആ പട്ടികളെല്ലാം കൂടി അതിനെ സംരക്ഷിക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അംശം അവരിലുണ്ട്. എന്നാൽ മനുഷ്യനിൽ എത്രത്തോളം വലുതായിരിക്കും ആ ദൈവത്തിൻ്റെ സ്നേഹം, എത്രത്തോളം വലുതായിരിക്കണം ആ ദൈവത്തിൻ്റെ സ്നേഹം. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മളിൽ പലരും പോലും മോശയുടെ മൂടുപടത്തിലേക്ക്, പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല, ഈ മൂടുപടമില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആരെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിയുന്നുവെങ്കിൽ അവൻ്റെ മൂടുപടം നീക്കപ്പെടുന്നു. എന്തെന്നാൽ ആരെങ്കിലും ക്രിസ്തുവിലേക്ക്, 17-ാം വാക്യം, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ രണ്ട് കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുവൻ മൂടുപടത്തിലേക്ക് പോവുകയാണെങ്കിൽ അവനിൽ ക്രിസ്തുവിൻ്റെ ആത്മാവല്ല പ്രവർത്തിക്കുന്നത്. ആരുടെ ആത്മാവ് പ്രവർത്തിക്കുന്നത്? ഈ മൂടുപടത്തിൻ്റെ ആത്മാവ്. മൂടുപടത്തിൻ്റെ ആത്മാവ് എന്താണ്? പഴയ നിയമത്തിൻ്റെ ആത്മാവ്. പഴയ നിയമത്തിൻ്റെ ആത്മാവ് എന്താ? ഇങ്ങോട്ടൊരു കല്ലെറിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് കല്ലെറിയണം, കൊല്ലുന്നവനെ കൊല്ലണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതാണ് പഴയ നിയമത്തിൻ്റെ ആ ഒരു എഴുതപ്പെട്ട നിയമത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതാണ് മൂടുപടത്തിൻ്റെ ആത്മാവ്. അതും തേജസ്സല നൽകപ്പെട്ടത്, പക്ഷേ അത് എഴുതപ്പെട്ട നിയമത്തിൻ്റെ ആത്മാവാണ്. എന്നാൽ ക്രിസ്തു ആത്മാവാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അവന് ഒരു വ്യത്യാസമുണ്ട്. അവൻ ഒരിക്കലും ഈ പഴയ നിയമത്തിൻ്റെ ആത്മാവിൻ്റെ തലത്തിലല്ല അവൻ നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ളവിടുത്തെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അവിടെ 6 അടി പൊക്കവും ഇത്ര അളവ് നെഞ്ചുവിരിവും ഇത്ര വെയിറ്റും നോക്കിയിട്ടാണോ അവൻ സ്വർഗത്തിലേക്ക് കയറുന്നത്? ആണോ? അല്ല, അങ്ങനെ ഒരു മാനദണ്ഡമല്ല അവനുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നീ എങ്ങനെ ദൈവസ്നേഹം പ്രകടിപ്പിച്ചു? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തലം നീ എങ്ങനെ പുറത്തോട്ട് പ്രകടിപ്പിച്ചു? വിശ്വാസം, ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ അത് പ്രവർത്തിച്ചിരിക്കും. ക്രിസ്തുവിൻ്റെ ആത്മാവ്, അതാ യാക്കോബിന്റെ ലേഖനം പറയുന്നത്, നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ അതൊരിക്കലും ക്രിസ്ത്യാനിറ്റി അല്ല. നിന്റെ വിശ്വാസവും പ്രവൃത്തിയും 2 തരത്തിലാണ്. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ രക്ഷപ്പെടും, പക്ഷേ അവൻ രക്ഷപ്പെടത്തില്ല എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണോ? അല്ല, യാതൊരു വിധത്തിലുമില്ല. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. സ്നേഹിക്കണം. എന്നാൽ കർത്താവിൻ്റെ സുവിശേഷം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളിടത്ത് ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്വർഗീയ യെരൂശലേം സ്വതന്ത്രമാണ്.
സ്വർഗീയ യെരൂശലേമിന് ഒരു അതിർവരമ്പ് സ്ഥാപിക്കാൻ ഇന്നു വരെ മനുഷ്യന് ദൈവം അനുവദിച്ചിട്ടില്ല. അത് ദൈവത്തിനാണ് അനുവാദം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, കുശവൻ കളിമൺ പാത്രം പോയി കുശവനോട് ചോദിക്കരുത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ വച്ചത്, നീ എന്തിനാ എന്നെ ഈ രീതിയിൽ സൃഷ്ടിച്ചത്, എന്നെ മറ്റൊരു രീതിയിൽ സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ദൈവത്തോട് ചോദിക്കാൻ പാത്രത്തിന് അവകാശമില്ല. അത് ഉണ്ടാക്കിയവൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. എത്ര പേർക്ക് ഇന്ന് വിശ്വാസമുണ്ട്, എൻ്റെ രക്ഷയുടെ ദിനത്തിൽ കർത്താവിനോട് കൂടെ ഞാൻ ഉണ്ടാകും? ഒന്ന് എഴുന്നേറ്റ് തന്നെ കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം. കാരണം ദൈവം ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനെ വിളിച്ചു വേർതിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. കർത്താവിനെ സ്വതന്ത്രമായി സ്തുതിക്കാനുള്ള സ്വാതന്ത്ര്യം, ദൈവത്തെ സ്വതന്ത്രമായി ആടി പാടി കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് രക്ഷയെക്കുറിച്ചൊരുവൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവന് സ്തുതിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കർത്താവ് എന്നെ വിളിക്കും, എന്നെ വിശുദ്ധീകരിക്കും, എൻ്റെ രക്ഷ എൻ്റെ ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ക്രൂശിനാലാണ് എന്നൊരുവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവന് സ്തുതിക്കാൻ പറ്റും. കാരണം എന്താ? അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അല്ലാതെ അവന് സ്തുതിക്കാൻ പറ്റത്തില്ല. യെശയ്യാ പ്രവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വീണ്ടും കാളകളെ ബലിയർപ്പിക്കുന്നത്. ഇപ്പം യേശു കാൽവരിയിൽ ക്രൂശിതനായതിനു ശേഷവും പിന്നീടും വർഷങ്ങളോളം ജെറുസലേം ദേവാലയത്തിൽ ബലികൾ നടന്നു, അല്ലേ? ആ ബലിയിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ? ഉണ്ടോ? ജെറുസലേം ദേവാലയം പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. AD 33 യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശുമരണം നടന്നതിന് ശേഷവും AD 70 വരെ ജെറുസലേം ദേവാലയത്തിൽ ആരാധനകൾ നടന്നിരുന്നു. AD 70 ജെറുസലേം നശിപ്പിക്കപ്പെടുന്നത് വരെ അത്രയും വർഷം അവിടെ വീണ്ടും ബലിയർപ്പിച്ചു, പിന്നെയും കാളകളെ അർപ്പിച്ചു. കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ തന്നെ പറഞ്ഞു, നിന്റെ ബലി എനിക്ക് അസഹ്യമാണ്, നിന്റെ ബലി ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിന്റെ ബലി അത് ദുഷ്ടമാണ്, ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാ? അത് സ്നേഹമില്ലാത്ത, എഴുതപ്പെട്ട നിയമത്താലുള്ള, കൽപ്പനയാലുള്ള അതിർവരമ്പുകൾ സ്ഥാപിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു ബലി മാത്രമാണ്. എന്നാൽ അതേ സമയം തന്നെ യേശു ക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിച്ച ആ ഉടമ്പടി ശിഷ്യന്മാർ ചെയ്തു. അത് അപ്പസ്തോല പ്രവൃത്തിയിൽ വായിക്കുന്നത്, അവർ അനുദിനം ഒരേ ആത്മാവിൽ ഒരു മനസ്സോടെ ഒരുമിച്ച് കൂടി അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷ അവർ ചെയ്തു. കാൽവരിയിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ ഇവർ കണ്ടു. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ സ്നേഹത്തെ അവർ വീണ്ടും വീണ്ടും കണ്ടു. സിഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടി. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ കിടക്കുന്നുണ്ട്, ആഴ്ചയുടെ ആദ്യ ദിവസം ഞങ്ങൾ അപ്പം മുറിക്കാൻ ഒരുമിച്ച് കൂടി. മണിക്കൂറുകളോളം പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ സുവിശേഷം നീണ്ടുപോയപ്പോൾ ഒരുവൻ മുകളിലെ ജനലയിൽ നിന്നും താഴോട്ട് വീണ് മരണപ്പെട്ടു. എന്നാൽ പൗലോസ് ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു, യേശുവിന്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സ്നേഹത്തിന്റെ സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ മരണം പലരും എഴുതി വെക്കും, നിന്റെ നാശം പലരും പ്രഖ്യാപിക്കും, നിന്റെ തകർച്ച പലരും നിന്നോട് പറയും, നിന്റെ നാശം ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാകും. പക്ഷേ കർത്താവ് പറയുകയാ, നീ മരിച്ചാലും നിന്നെ ഉയർപ്പിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ക്രിസ്തുവിന്റെ ആത്മാവിലാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അക്ഷരത്തിന്റെ ആത്മാവിനല്ല, കൊല്ലുന്ന ആത്മാവിലല്ല, ജീവിപ്പിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ആത്മാവുള്ളിടത്ത് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യമുള്ളവൻ അവൻ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും.